കേരളത്തിലും രാജ്യത്താകമാനവും രാഷ്ട്രീയ ചർച്ചകൾ ചൂടുപിടിക്കുന്ന സാഹചര്യത്തിലാണ് നരേന്ദ്രമോദി നടത്തിയ പുതിയ പരാമർശങ്ങൾ ശ്രദ്ധ നേടുന്നത്. പശ്ചിമബംഗാളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിക്കിടെ സംസാരിച്ച അദ്ദേഹം കേരളത്തിൽ ബിജെപിക്ക് ഗണ്യമായ മുന്നേറ്റം ഉണ്ടാകുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. വോട്ടിംഗ് ശതമാനത്തിലുണ്ടായ വർധനവാണ് ഈ പ്രതീക്ഷയ്ക്ക് അടിസ്ഥാനമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാരുടെ പങ്കാളിത്തം ഉയർന്നത് ബിജെപിക്ക് അനുകൂലമായ പ്രവണതയാണെന്ന് അദ്ദേഹം വിലയിരുത്തി. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലുമായി സ്ത്രീ വോട്ടർമാർ സജീവമായി പങ്കെടുത്തയിടത്ത് ബിജെപി മികച്ച പ്രകടനം കാഴ്ചവെച്ചതിന്റെ ഉദാഹരണങ്ങളും അദ്ദേഹം ഉന്നയിച്ചു. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് മുന്നേറ്റ സാധ്യതയുണ്ടെന്നും പരമ്പരാഗതമായി ശക്തമായിരുന്ന ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ടും യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ടും ഇത്തവണ ആത്മവിശ്വാസക്കുറവിലാണെന്നും മോദി ആരോപിച്ചു. അവകാശവാദം ഉറപ്പിച്ചു പറയാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇരു മുന്നണികളും ഉള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം പശ്ചിമബംഗാളിൽ പ്രചാരണ തീവ്രത പരമാവധി ഉയർന്നിരിക്കുകയാണ്. പൂർബ ബർധമാൻ ജില്ലയിലെ കത്വയിൽ നടന്ന റാലിയിൽ സംസാരിച്ച മോദി ബിജെപി അധികാരത്തിലെത്തിയാൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കൽ വേഗത്തിലാക്കുമെന്ന് ഉറപ്പു നൽകി. പ്രത്യേകിച്ച് മധുവ, നമശൂദ്ര സമൂഹങ്ങൾ ഉൾപ്പെടെയുള്ള അഭയാർത്ഥി വിഭാഗങ്ങൾക്ക് പൗരത്വം ലഭ്യമാക്കുക എന്നതാണ് നിയമത്തിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തിന്റെ ഭരണഘടനയുടെ സംരക്ഷണത്തിലാണ് ഈ വിഭാഗങ്ങൾ ഉള്ളതെന്നും അർഹരായ എല്ലാവർക്കും പൗരത്വം ഉറപ്പാക്കുന്നതിൽ സർക്കാർ പ്രതിബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രചാരണത്തിനിടെ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ കടുത്ത മുന്നറിയിപ്പും മോദി നൽകി. നുഴഞ്ഞുകയറ്റക്കാർ ബാഗുകൾ തയ്യാറാക്കണം എന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവന വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചു. ഇവരെ സഹായിക്കുന്നവർക്കെതിരെയും ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കി. പ്രധാനമായും ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിനെ ലക്ഷ്യമാക്കി രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചു. ഇതിനിടെ പശ്ചിമ ബംഗാളിന്റെ മുഖ്യമന്ത്രി മമതാ ബാനർജിയും അവരുടെ പാർട്ടിയും അധികാരം നിലനിർത്താനുള്ള ഉറച്ച പോരാട്ടത്തിലാണ്. സംസ്ഥാനത്ത് ഭരണകക്ഷിയും പ്രതിപക്ഷവും തമ്മിലുള്ള രാഷ്ട്രീയ പോരാട്ടം അതിന്റെ ഉച്ചകോടിയിലേക്കാണ് കടന്നിരിക്കുന്നത്. ബിജെപി ശക്തമായി മുന്നേറുമ്പോൾ തൃണമൂൽ കോൺഗ്രസ് അധികാരം കൈവിടില്ലെന്ന ഉറച്ച നിലപാടിലാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നന്ദിഗ്രാമിൽ നേടിയ നേട്ടം വീണ്ടും ആവർത്തിക്കാനാകുമെന്ന് മോദി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ആ വിജയം ബംഗാളിലെ രാഷ്ട്രീയ മാറ്റത്തിന് തുടക്കം കുറിച്ചതായും അതിന്റെ തുടർച്ചയായി ഭവാനിപുരിയിലും മറ്റു മണ്ഡലങ്ങളിലും മാറ്റമുണ്ടാകുമെന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. അസൻസോൾ പോലുള്ള വ്യവസായ മേഖലകളിൽ ഇരട്ട എഞ്ചിൻ സർക്കാർ വികസനത്തിന് അനിവാര്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് രാജ്യവ്യാപക ശ്രദ്ധ നേടിയിരിക്കുകയാണ്. 294 മണ്ഡലങ്ങളിലായി നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 23-നും 29-നും 2 ഘട്ടങ്ങളിലായി നടക്കും. ആദ്യഘട്ടത്തിൽ 152 മണ്ഡലങ്ങളും രണ്ടാം ഘട്ടത്തിൽ 142 മണ്ഡലങ്ങളും വോട്ടെടുപ്പിന് പോകും. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചാ വിഷയമായിരിക്കുന്നത് വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിശോധനയായ SIR ആണ്. ഈ നടപടിക്രമം തെരഞ്ഞെടുപ്പ് ഫലത്തെ എങ്ങനെ ബാധിക്കും, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമാവുമോ തുടങ്ങിയ ചർച്ചകൾ ശക്തമായി ഉയർന്നിട്ടുണ്ട്. ബിജെപിക്കായി അമിത്ഷായും നരേന്ദ്രമോദിയും ബംഗാളിൽ വ്യാപക പ്രചാരണത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇവരുടെ പൊതുയോഗങ്ങളിൽ വൻ ജനാവലി പങ്കെടുക്കുന്നത് ബിജെപി അനുകൂല തരംഗത്തിന്റെ സൂചനയാണെന്നാണ് പാർട്ടി വിലയിരുത്തുന്നത്. ഗംഗാ നദിയെ പരാമർശിച്ച് ബീഹാറിലൂടെ ഒഴുകുന്ന ഗംഗ ബംഗാളിലെ രാഷ്ട്രീയ മാറ്റത്തിനും ഊർജ്ജം നൽകുമെന്ന പ്രതീകാത്മക സന്ദേശവും നരേന്ദ്രമോദി മുന്നോട്ട് വെച്ചു. കേരളത്തിലും പശ്ചിമ ബംഗാളിലും രാഷ്ട്രീയമായി നിർണായക ഘട്ടമാണ് രൂപപ്പെട്ടിരിക്കുന്നത്. വോട്ടർമാരുടെ അന്തിമ തീരുമാനം ഏത് ദിശയിലേക്കാണ് പോകുന്നത് എന്നത് ഫലപ്രഖ്യാപനത്തോടെ മാത്രമേ വ്യക്തമാകൂ. എന്നാൽ നിലവിലെ പ്രചാരണവും പ്രസ്താവനകളും രാഷ്ട്രീയ ആവേശം അതിവേഗം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.